ഹലോ. ആളിന്ന് ഭയങ്കര ഒരുക്കത്തിലാണേ, ഭയങ്കര ഹാപ്പിയിലുമാണ്. വേറൊന്നുമല്ല, നാളെ ആൾ നാട്ടിലോട്ട് പോവുക. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലും ത്രില്ലിലും 2 ദിവസമായിട്ട് ആൾ നിലത്തൊന്നും ആയിരുന്നില്ല. പെട്ടെന്ന് തീരുമാനിച്ച ലീവായിരുന്നു, അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പെട്ടിയൊക്കെ പിടിച്ചൊരു പോസ് തരാൻ പറഞ്ഞതാണ്. ചന്ദ്രനിലേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കണ പോലെ ഇല്ലേ. ഇന്ന് വൈകിട്ട് നേരെ നമ്മൾ ആതിര ചേച്ചിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. ചേച്ചിയുടെ വീടിൻ്റെ തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ. അപ്പം നമുക്ക് ട്രെയിൻ കയറി വേണം എയർപോർട്ടിലോട്ട് പോകാൻ. ഞാനും ചേച്ചിയും കൂടെ കൊണ്ടാക്കാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. പോകുന്ന വഴി ഭയങ്കര മഞ്ഞായിരുന്നു. നമുക്കൊരു ബസ് കയറിയിട്ട് വേണം ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാനായിട്ട്. ബസ്സിൻ്റെ അകത്തോട്ട് ഭാഗ്യത്തിന് പെട്ടിയൊന്നും വലിച്ചുകൊണ്ട് പോകേണ്ടി വന്നില്ല. പുറത്ത് തന്നെ ഇങ്ങനെ സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഒരു 3/4 മണിക്കൂറോളം നമുക്ക് യാത്രയുണ്ട് ചേച്ചിയുടെ വീട്ടിലെത്താൻ. ഈ മഞ്ഞത്തൂടെ പെട്ടി വലിക്കുന്നത് ഭയങ്കര ഒരു ടാസ്ക്കായിരുന്നു, ഭയങ്കര പാടായിരുന്നു. മഞ്ഞ് മാറ്റിയെടുത്തൊക്കെ ഇച്ചിരൂടെ എളുപ്പത്തിൽ വലിക്കാം, പക്ഷെ അല്ലാത്തടത്തെല്ലാം അത് പൊക്കിക്കൊണ്ട് നടക്കണമായിരുന്നു. അത് ഭയങ്കര ഒരു പാടായിരുന്നു. പിന്നെ ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ടായിരുന്നു നമ്മൾ പെട്ടിയെല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റാക്കിയത്. അവിടെ നിന്ന് നമ്മൾ നേരെ രാവിലെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. ഞാനും ചേച്ചിയും കൂടെ റെഡിയായി. രാവിലെ ഒരു 5:30-6 മണി ലുക്കില്ലേ, പക്ഷേ ഇത് 8:30 മണിയാട്ടോ. ഭയങ്കര ഇരുട്ടായിരുന്നു. നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. ഒരു 1.5-2 മണിക്കൂറോളം ഇവിടുന്ന് യാത്രയുണ്ട് എയർപോർട്ടിലോട്ട്. നമ്മൾ വിചാരിച്ച് ഭയങ്കര ബോറിംഗ് ആയിരിക്കും, നമ്മൾ ക്ഷീണിക്കും അങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല, ഭയങ്കര എളുപ്പമായിരുന്നു. നമ്മൾ സംസാരിച്ചിരുന്നതുകൊണ്ടാണോ എന്നറിയില്ല, അവിടെ എത്തിയത് പോലും അറിഞ്ഞില്ല. പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആക്കാൻ വരുന്നത്, എങ്ങോട്ട് പോകണം എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടെയൊക്കെ എഴുതി വെച്ചേക്കണൊക്കെ കണ്ട് അതേപടി അങ്ങ് നടന്നു. അവളെക്കാളും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ആതിര ചേച്ചി. എന്നോട് ടാറ്റയൊക്കെ പറഞ്ഞു പോവുക. അങ്ങനെ ചെന്ന പാട് നമ്മൾ പെട്ടി പ്ലാസ്റ്റിക് റാപ്പ് ചെയ്തു. അതിൻ്റെ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞ കാരണം നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ അവിടെ ചെന്നിട്ട് ബോർഡിംഗ് പാസ് എടുക്കുന്നതും ലഗേജ് കയറ്റി വിടുന്നതും എല്ലാം നമ്മൾ തന്നെത്താൻ ചെയ്യണമായിരുന്നു. നമുക്കതൊന്നും വലിയ പിടുത്തമില്ലായിരുന്നു. അവിടെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ട്, അവർ വന്ന് പറഞ്ഞു മാത്രം തരത്തുള്ളൂ, നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിക്കും. അങ്ങനെ നമ്മൾ അതെല്ലാം ചെയ്ത് പഠിച്ചു. ആദ്യമായിട്ട് എല്ലാം ചെയ്തു. പിന്നെ ഒരു 4.5 മണിക്കൂർ മുമ്പാണ് നമ്മളവിടെ വന്നത്. പിന്നെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ നമുക്ക് തിരിച്ചു പോരാനുള്ള ട്രെയിനിൻ്റെ സമയമായപ്പോഴേക്കും അവൾ അകത്തോട്ട് കയറ്റി വിടാമെന്ന് വിചാരിച്ചു. ടാറ്റയൊക്കെ പറഞ്ഞ് പോകാമെന്ന് വെച്ചു. അത്രയും നേരം നമ്മൾ കളിയും തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാരണം വലിയ വിഷമമൊന്നും തോന്നിയില്ല. പക്ഷെ പോകുന്ന സമയമായപ്പം എന്തോ മനസ്സിനെന്തോ പോലെ. അവൾ പിന്നെ ടാറ്റയും പറഞ്ഞത് എങ്ങനെ അങ്ങ് നമ്മുടെ അടുത്ത് നിന്ന് അങ്ങ് മാറിക്കളഞ്ഞപ്പോഴേക്കും പിന്നെയും ഭയങ്കര വിഷമം. പിന്നെ കുറച്ച് നേരം അവളിങ്ങനെ പോകുന്നതൊക്കെ നോക്കി നിന്ന്. പിന്നെ കുഴപ്പമില്ല, 2 ആഴ്ച കഴിയുമ്പോൾ ഇങ്ങ് വരുമല്ലോ. അപ്പോൾ 2 ആഴ്ച കഴിയുമ്പം അവളെയും കൂടെ കാണാം. ബൈ ബൈ.